പാറശാല ഷാരോൺ രാജ് വധക്കേസിൽ പ്രധാന പ്രതിയായ ഗ്രീഷ്മയ്ക്ക് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചതോടെ കേരളത്തിലെ നീതിന്യായ ചരിത്രത്തിൽ പുതുചരിത്രം. കേരളത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ കുറ്റവാളിയാണ് 24 വയസ്സുകാരിയായ ഗ്രീഷ്മ. കേരളത്തിൽ ഇപ്പോൾ വധശിക്ഷ കാത്തുകഴിയുന്ന രണ്ടാമത്തെ മാത്രം സ്ത്രീയുമായി ഗ്രീഷ്മ മാറി. ഷാരോൺ രാജ് വധക്കേസിൽ ഷാരോണിന്റെ കാമുകിയും ഒന്നാം പ്രതിയുമായ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറും മൂന്നാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മൽ കുമാറിന് 3 വർഷം തടവുമാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. ഷാരോണിനെ പ്രണയബന്ധത്തിൽ നിന്ന് ഒഴിവാക്കാൻ കാമുകിയായ ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി കൊലപ്പെടുത്തിയെന്നതാണ് കേസ്. കേസിൽ പ്രോസിക്യൂഷന്റെ എല്ലാ വാദങ്ങളും അംഗീകരിച്ചാണ് കോടതി കേരള ചരിത്രത്തിലെ തന്നെ വളരെ നിർണായകമായ വിധി പ്രസ്താവം നടത്തിയത്. കൊലപാതകത്തിന് പുറമെ തട്ടിക്കൊണ്ടുപോകൽ, തെളിവ് നശിപ്പിക്കലടക്കം വിവിധ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ ഗ്രീഷ്മ ചെയ്തതായി കോടതി വ്യക്തമാക്കി. കാമുകൻ ഷാരോണിനെ ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി കൊലപ്പെടുത്തിയെന്നതാണ് കേസ്. 2022 ഒക്ടോബർ 14 ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഗ്രീഷ്മ വിഷം കലർത്തിയ കഷായം ഷാരോണിന് നൽകുകയായിരുന്നു. ഒക്ടോബർ 25 ചികിത്സയിലിരിക്കെ ഷാരോണിന്റെ മരണം സംഭവിച്ചു. കേസിലെ മൂന്നാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മൽ കുമാറിനെ 3 വർഷം തടവ് ശിക്ഷയ്ക്കും നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചു. രണ്ടാം പ്രതിയായ അമ്മ സിന്ധുവിനെ നേരത്തെ കോടതി വെറുതെ വിട്ടിരുന്നു. ഗ്രീഷ്മയെ കൂടാതെ കേരളത്തിൽ ഇപ്പോൾ മറ്റൊരു വനിത കൂടിയെ വധശിക്ഷ കാത്ത് കഴിയുന്നുള്ളൂ. വിഴിഞ്ഞം മുല്ലൂരിൽ ശാന്തകുമാരി എന്ന വയോധികയെ കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതിയായ റഫീഖ ബേബിയാണ് ഇപ്പോൾ കേരളത്തിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മറ്റൊരു വനിതാ കുറ്റവാളി. അതേസമയം ഷാരോണിന്റെ കുടുംബത്തിന് നീതി കിട്ടി, അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന് കോടതി കണ്ടെത്തിയെന്നും ഷാരോൺ കേസ് വിധിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഷാരോൺ രാജിന്റെ കുടുംബത്തിന് നീതി ലഭിച്ചിരിക്കുകയാണ്. പ്രോസിക്യൂഷന്റെ വാദം മുഴുവൻ അംഗീകരിച്ചു. കോടതി അതൊരു അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്ന് കോടതി കണ്ടെത്തി. നമ്മുടെ പ്രോസിക്യൂഷൻ ഉന്നയിച്ച എല്ലാ പോയിന്റുകളും തന്നെ കോടതി വളരെ വിശദമായി പരിഗണിച്ചതിന് ശേഷം ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. അതിനാൽ ഒന്നാം പ്രതിക്ക് വധശിക്ഷ തന്നെ വിധിച്ചിരിക്കുകയാണ്. അതുകൂടാതെ അതിനോടൊപ്പം 2 ലക്ഷം രൂപ പിഴശിക്ഷയും വിധിച്ചിട്ടുണ്ട്. പിന്നെ 302 IPC കൂടാതെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതിന് അതിനും 10 കൊല്ലത്തെ ശിക്ഷ വിധിച്ചിട്ടുണ്ട്. കൂടാതെ അതിന് 1 ലക്ഷത്തിന്റെ ഫൈൻ എമൗണ്ടും വിധിച്ചിട്ടുണ്ട്. പിന്നെ 328 അതായത് വിഷം കൊടുത്തതിന് 5 വർഷത്തെ തടവ് ശിക്ഷയും 50,000 റുപ്പീസ് അത് ഫൈനും ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 വർഷത്തെ തടവ് ശിക്ഷയാണ് ഈ 203ക്ക്, അതായത് പോലീസിനെ അന്വേഷണത്തിൽ തെറ്റിദ്ധരിപ്പിച്ചതിന്. അപ്പോൾ ഇതെല്ലാം തന്നെ A3ക്ക് 3 വർഷത്തെ തടവ് ശിക്ഷയാണ്, 50,000 രൂപയുടെ പിഴശിക്ഷയും. അപ്പം 201 അതായത് തെളിവ് നശിപ്പിച്ചതിനാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇതിലെ എമൗണ്ട് റിയലൈസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പിഴശിക്ഷ അത് കോമ്പൻസേഷനായിട്ട് മാതാപിതാക്കൾക്ക് കൊടുക്കാനും കോടതി വിധിച്ചിട്ടുണ്ട്. കേരള പോലീസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വളരെയധികം ഒരു അപ്രീസിയേഷൻ ഈ കേസിൽ ബഹുമാനപ്പെട്ട കോടതി കൊടുത്തു. അത് വളരെ കേരള പോലീസിന്റെ അഭിമാനമാണ്. അപ്പം അതിനാൽ അതൊരു വലിയ കേരള പോലീസിന്റെ വിജയമായിട്ടും പ്രോസിക്യൂഷന്റെ വിജയമായിട്ടും ഞങ്ങൾ ഇതിനെ കാണുന്നു. വിധിയിൽ പൂർണ്ണമായും തൃപ്തരാണ്. 100% തൃപ്തനാണ് എന്ന് മാത്രവുമല്ല, ഇപ്പോൾ ഷാരോൺ രാജിന്റെ കുടുംബവുമായിട്ട് വരുന്ന വഴിക്ക് ഇപ്പോൾ അവർ വന്ന് പറഞ്ഞു 100% കോടതി വിധിയിൽ സംതൃപ്തി അവരെ അറിയിച്ചിരിക്കുകയാണ്. കാരണം അവർക്ക് നീതിപൂർവമായിട്ടുള്ള ഒരു വിധി ലഭിച്ചു എന്ന് ഇപ്പോൾ പറയുകയാണ്. ഒരു കാര്യം കൂടി, അമ്മയെ ഒഴിവാക്കിയിരുന്നു, കുറ്റവിമുക്തയാക്കുന്നു, അതിനെതിരെ തുടർ നിയമ നടപടികൾ ഒരിക്കലും ഇല്ല, അതിന്റെ ആവശ്യമില്ല. ഒരിക്കലും അപ്പീൽ കൊടുക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. കാരണം അതിന്റെ തെളിവിന്റെ അഭാവം എന്ന് പറയുന്നത് പോലീസിന് നൽകിയ കുറ്റസമ്മത മൊഴി അല്ലാതെ മറ്റൊന്നും തന്നെ അവർ തെളിവ് നശിപ്പിച്ചതിന് ലഭിച്ചിട്ടില്ലായിരുന്നത് കൊണ്ട് മാത്രമാണ് കോടതിക്ക് അവരെ വെറുതെ വിടേണ്ടി വന്നത്. ഈ ജ്യൂസിൽ വിഷം കൊടുത്തത് കുറ്റമാണ്, അത് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥർ അല്ലെ പ്രോസിക്യൂഷൻ അക്കാര്യം ഉന്നയിച്ചില്ല എന്ന് കോടതി പറഞ്ഞു. അതെ, അതായത് ഈ നേരത്തെ 22/8/2022 ഇതേ സമാനമായിട്ട് ജ്യൂസിൽ വളരെ ഹെവി ഡോസ് ഓഫ് പാരസെറ്റമോൾ കലക്കി ഒരു ശ്രമം ഈ ഒന്നാം പ്രതി ഷാരോൺ രാജിനെ കൊടുത്ത് വധിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. പക്ഷേ ആ വധശ്രമം പരാജയപ്പെട്ടത് ഷാരോൺ രാജ് അത് ജ്യൂസ് തുപ്പിക്കളഞ്ഞത് കൊണ്ടാണ് എന്ന് കോടതി കണ്ടെത്തി. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനു മുമ്പ് ഒരു കുറ്റകൃത്യം നടത്തിയ പ്രതിയാണ്
എന്ന് കോടതി അത് വിലയിരുത്തുകയും അത് ഈ പരമാവധി ശിക്ഷ കൊടുക്കുന്നതിലേക്ക് മറ്റൊരു ഗ്രൗണ്ടായിട്ട് ഒരു അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ആയിട്ട് കോടതി കണ്ടെത്തുകയാണ് ഉണ്ടായത്. അതായത് ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്ന പ്രതിഭാഗത്തിന്റെ വാദം നിരാകരിച്ചത് ഈ ഒരു പോയിന്റിലൂടെയാണ്. ഇതും കൂടാതെ തന്നെ ഇത് വളരെ മെറ്റിക്കുലസ് ആയിട്ട് വളരെ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു ഇന്റലിജന്റ് ക്രിമിനൽ എന്നുള്ള ഒരു രീതിയിലാണ് കോടതി കണ്ടെത്തിയത്. ഒരു ഡെവിളിഷ് പൈശാചികമായ മനസ്സിന് ഉടമയാണ് എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചതിനെ പൂർണ്ണമായിട്ടും കോടതി അംഗീകരിച്ചും കൂടെ കൊണ്ടാണ് ഈ ഒരു ശിക്ഷ വിധിച്ചത്, വധശിക്ഷ വിധിച്ചത്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.